ഇന്നിപ്പോൾ നമ്മുടെ സ്വന്തം വെള്ളപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അപ്പം ഞാൻ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാണ്ടാണ് ഞാൻ വെള്ളപ്പത്തിലുള്ള മാവ് അരച്ച് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ചെയ്യണമെന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് അരിയാണ് ഇട്ട് എടുത്തേക്കുന്നത്. പച്ചരി, സാധാ പച്ചരി 2 ഗ്ലാസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഞാനൊരു 4-5 മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു തേങ്ങയുടെ വെള്ളം ഇട്ട് ആ തേങ്ങ വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈസ്റ്റിന് പകരം ഞാൻ അതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 5 മണിക്കൂറായതിനു ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ഭാഗമായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട പച്ചരി പകുതി എടുത്തിട്ട് ഒന്ന് അരയ്ക്കുന്നുണ്ട്. ഒരുപാട് നൈസായിട്ടൊന്നും അരയ്ക്കുന്നില്ല, ചെറിയായിട്ടൊരു തരിയായിട്ട് അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഒരു 2-3 ടീസ്പൂൺ മാവ് മാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്തിട്ട് അതൊന്ന് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കണം. പണ്ടുള്ളവർ ഇതിന് കപ്പി കാച്ചുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊന്ന് നന്നായി കട്ടായിട്ട് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ ആദ്യം അരച്ച് മാറ്റി വെച്ച മാവില്ലേ, അത് മുഴുവനായിട്ട് അരഞ്ഞിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഞാൻ പകുതി തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 മുറി തേങ്ങയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തേക്കണേ. തേങ്ങ എത്ര കൂടുതൽ എടുക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ പച്ചരിയും തേങ്ങയും നന്നായി അരച്ചതിന് ശേഷം ബാക്കി വന്ന പച്ചരിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കുറുക്കി മാറ്റി വെച്ചേക്കണം ആ മാവും പിന്നെ ബാക്കിയുള്ള തേങ്ങയും നമ്മൾ മാറ്റി വെച്ചേക്കണ തേങ്ങാ വെള്ളത്തിലെ പഞ്ചസാര ഇട്ട മിക്സ് ഉണ്ടല്ലോ അതും പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് എല്ലാ മാവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഓവർനൈറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. മാവ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും മാവ് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ഹോൾസൊക്കെ വരുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ അപ്പതേ മാവ് ഒഴിച്ചതിന് ശേഷം കണ്ടില്ലേ ഹോൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായ അപ്പം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല സോഫ്റ്റായ അപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിനി അടുത്ത തവണ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലും ചെയ്ത് നോക്കി നോക്കൂ. നല്ല അപ്പമാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ.